പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിന് ഏറെ പ്രിയപ്പെട്ടവരെ, ഗുഡ്നസ് TV നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന ഈ പ്രഭാത വിരുന്ന് എന്ന പ്രോഗ്രാമിലേക്ക് പ്രേക്ഷകരായ നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജോബിൻ്റെ പുസ്തകം 11-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം. ഹൃദയത്തെ ദൈവത്തിൽ അർപ്പിച്ച് കരങ്ങളുയർത്തി പ്രാർത്ഥിക്കുക. ഹൃദയത്തെ ദൈവത്തിനർപ്പിച്ച് കരങ്ങളുയർത്തി പ്രാർത്ഥിക്കുക. നമുക്കൊരു കാര്യം ചെയ്യാം. ജോബിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ 2 കരങ്ങളും നമുക്ക് അല്പം ഉയർത്തിപ്പിടിക്കാം. എന്നിട്ട് നമുക്ക് ഒരുപാട് കൃപകൾ ഈ ദിവസം ആവശ്യമില്ലേ, അതെല്ലാം തരണമേ എന്ന് യേശുനാമത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഓരോരുത്തരും അവരവർക്ക് ആവശ്യമുള്ള നന്മകൾ, കൃപകൾ ഓർത്ത് തമ്പുരാനെ, ഈ സമയം അങ്ങയുടെ മുമ്പിൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും, അന്നന്ന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് നിൻ്റെ പരിശുദ്ധാത്മാവിന് ഞങ്ങളെ എല്ലാവരെയും നിറയ്ക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള കൃപകളും അനുഗ്രഹങ്ങളും, പ്രത്യേകിച്ച് ഈ ദിവസം ഏറ്റവും മനോഹരമായി ജീവിക്കാൻ ഞങ്ങൾക്ക് ആവശ്യമുള്ള കൃപകളും വരങ്ങളും തന്ന് പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും, ഞങ്ങളായിരിക്കുന്ന കുടുംബങ്ങളെയും ഇടങ്ങളെയും, ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ പ്രവൃത്തികളെയും അധ്വാനങ്ങളെയും, ഞങ്ങൾക്കുണ്ടാകാവുന്ന സഹനങ്ങളെപ്പോലും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ അനുഗ്രഹവും ആശീർവാദവും ഞങ്ങളുടെ ഈ ഉയർത്തിരിക്കുന്ന കരങ്ങളിലേക്ക് അങ്ങ് തന്ന് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നൽകുന്ന എല്ലാ കൃപകൾക്കും ഞങ്ങൾ സ്തോത്രം പറയുന്നു, നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു അവർക്കെല്ലാവർക്കും വേണ്ടിയും കർത്താവിൻ്റെ പക്കൽ മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ എല്ലാ കാര്യത്തിലും ചില നിയോഗങ്ങളുള്ള നല്ലതല്ലേ? നമുക്കിന്ന് പ്രത്യേകമായിട്ട് തകർന്ന കുടുംബങ്ങളെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഒരുപാട് കുടുംബങ്ങൾ തകർച്ചകളുണ്ട്, തകർന്ന വ്യക്തികളുണ്ട്. അവർക്കൊക്കെ കൂടുതൽ കൃപ അനുഗ്രഹം കിട്ടാനായിട്ട്, അവരുടെ തകർച്ചകളിൽ നിന്ന് അവരൊക്കെ മോചിതരാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. അല്ലെങ്കിൽ ഈ ശുശ്രൂഷ അതിനുവേണ്ടി നമുക്ക് കർത്താവിന് പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഇന്നത്തെ ഈ ശുശ്രൂഷയെ നമുക്ക് തമ്പുരാൻ സമർപ്പിച്ച് നമ്മുടെ നിയോഗങ്ങളെ ഇതിനോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം.
തകർന്ന ഒരുപാട് കുടുംബങ്ങളില്ലേ, തകരുന്ന ഒരുപാട് വ്യക്തികളില്ലേ? അതെല്ലാം വ്യക്തികൾക്കും കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനുമെല്ലാം ദോഷകരമായി നിൽക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ളവർ അവരുടെ തകർച്ചകളിൽ നിന്നൊക്കെ മോചിതരായി ജീവിക്കുന്ന ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷ അവർക്ക് വേണ്ടി കർത്താവിന് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. നമ്മളിന്നൊരു വചനഭാഗം എടുക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം ശമരായ സ്ത്രീയുടെ കഥ പറയുന്നിടത്താണ്. ഒരു സ്ത്രീ കർത്താവിൻ്റെ പക്കൽ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് വേണേൽ പറയാൻ പറ്റും. അല്ലെങ്കിൽ കർത്താവ് ഒരു വ്യക്തിയുടെ മുമ്പിൽ എത്തി നിൽക്കുകയാണ്. അവൾ മാനസാന്തരപ്പെടുക എന്നുള്ളത് ഒരാവശ്യമായിരുന്നു എന്ന് നമുക്ക് വേണേൽ പറയാൻ പറ്റും. അങ്ങനെയുള്ള ആ സ്ത്രീയോട് ഈശോ പറഞ്ഞൊരു വാക്യമാണ് നമ്മളിന്ന് എടുക്കുക. യേശു അവളോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്ന ആരെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നില്ലേ? ഇതാണ് കർത്താവ് ആ സ്ത്രീയോട് പറഞ്ഞ കാര്യം. നമുക്ക് ഓർമ്മിക്കാം, ചില കാര്യങ്ങളൊക്കെ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. അറിയണം, ക്രിസ്തു ആരാണെന്നറിയണം. അവനവൻ ആരാണെന്നറിഞ്ഞാൽ സകലവും എന്തെന്നറിഞ്ഞിടും എന്ന് കുഞ്ഞുണ്ണിയുടെ ഒരു കവിതയുണ്ട്. അവനവൻ ആരാണെന്നറിയുക, അങ്ങനെ അറിഞ്ഞാൽ എന്താണ് ബാക്കിയുള്ളവ എന്ന് സകലവും എന്തെന്ന് നമ്മൾ അറിഞ്ഞിടും എന്ന് പറയുന്നത് പോലെ നമുക്ക് ഈ അറിവിൻ്റെ മേഖലയിൽ ഒരുപാട് മുമ്പോട്ട് പോകാറുണ്ട്. പലപ്പോഴും നമ്മൾ അന്വേഷിക്കുന്നില്ല, അതുകൊണ്ടാണ് നമുക്ക് അറിവുകൾ കിട്ടാതെ വരുന്നത്. അന്വേഷണമാണ് അറിവിൻ്റെ ഉറവിടം എന്ന് നമ്മൾ തിരിച്ചറിയുന്നതുകൊണ്ട് പലതിൻ്റെയും കാരണങ്ങൾ, പലതിൻ്റെയും പരിണിത ഫലങ്ങൾ ഒക്കെ നമുക്ക് അന്വേഷിക്കണം, നമുക്ക് തേടണം. തേടുന്നിടത്തോളം നമ്മൾ കാണും, കണ്ടെത്തുന്നിടത്തോളം നമുക്ക് അനുഭവമായിരിക്കും എന്ന് നമ്മൾ ഓർക്കുക. ഈ സ്ത്രീ യോഹന്നാൻ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ ഈ സ്ത്രീ അവൾ ദൈവത്തെ തേടിയൊന്നും വന്നതൊന്നുമല്ല. വളരെ സ്വാർത്ഥപരമായ ചില കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവൾ ഉച്ചയ്ക്ക് വെള്ളം കോരാൻ വന്നത്. നമ്മുടെ ഒരു പഴയ പാട്ടിൽ നട്ടുച്ച നേരത്ത് എന്ന് പറഞ്ഞൊരു പാട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കിണറിൻ്റെ തീരത്ത്. ഇത്ര മനോഹരമായിട്ട് ആ ഗാനം വന്നിരിക്കുന്നു. അപ്പോൾ ആ സ്ത്രീയുടെ ജീവിതം എന്ന് പറയുന്നത് സമൂഹത്തിനും ഒക്കെ ദോഷം ചെയ്യുന്നതായിരുന്നു എന്ന സൂചനകൾ ധാരാളം നമുക്കതിനകത്തുണ്ട്. അവൾ മാനസാന്തരപ്പെട്ട ഒരുപാട് ആളുകൾ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് കർത്താവിനറിയാം. അതുകൊണ്ട് അവൾ മാനസാന്തരപ്പെടണം, അതിന് ക്രിസ്തുവിനെ അറിയണം. അതുകൊണ്ടാണ് കർത്താവ് തന്നെ അങ്ങോട്ട് എത്തി നിൽക്കുകയാണ്. അവൻ എത്തിച്ചേർന്ന ആ കിണറ്റിൻ്റെ കരയിൽ, എന്നിട്ട് അവളോട് സംസാരിക്കുകയാണ്. നീ അറിഞ്ഞിരുന്നെങ്കിൽ, ഞാൻ ആരാണ് നീ അറിഞ്ഞിരുന്നെങ്കിൽ നിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് പരിഹരിക്കപ്പെടുമായിരുന്നു, നിൻ്റെ പ്രശ്നങ്ങളും തീർന്നേനെന്നാണ് പറയുക. നമ്മളതുകൊണ്ട് ക്രിസ്തുവിനെ അറിയുക. ഞാൻ ഈ അടുത്ത കാലങ്ങളിൽ ഫ്രാൻസിസ് വാൻ തുവാൻ എന്ന് പറയുന്ന ഒരു വളരെ പ്രസിദ്ധനായ, അതേസമയം ഒത്തിരി പീഡനങ്ങൾ സഹിച്ച ഒരു വിശുദ്ധനായ വൈദികൻ്റെ, മെത്രാൻ്റെ ഒരു ആർച്ച് ബിഷപ്പ്, അദ്ദേഹം ഫ്രാൻസിസ് വാൻ തുവാൻ എന്ന് പറയും. അദ്ദേഹം വൈദിക ലോകത്ത് ഒരുപാട് സംഭാവനകൾ ചെയ്ത മനുഷ്യനാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചു വന്നപ്പം ക്രിസ്തുവിനെ അറിയുന്നതിനെ അദ്ദേഹം പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. വിയറ്റ്നാമിലെ ആർച്ച് ബിഷപ്പായിരുന്നു ഈ ഫ്രാൻസിസ് വാൻ തുവാൻ എന്ന് പറയുന്ന ആർച്ച് ബിഷപ്പ്. അദ്ദേഹം 13 വർഷം ജയിലിൽ കിടന്നു. അപ്പോൾ ജയിലിൽ കിടന്നിട്ടും അദ്ദേഹത്തിൻ്റെ പരാതികളൊന്നുമില്ല. ക്രിസ്തുവിന് വേണ്ടി ജയിലിൽ കിടക്കുന്ന ഈ മനുഷ്യനോട് അവർ ചോദിച്ചത്, താങ്കൾ എന്തുകൊണ്ടാണ് ജയിലിൽ കിടക്കുക? ഒരുപാട് കാരണങ്ങളൊന്നും പറയാൻ അദ്ദേഹം മെനക്കെട്ടില്ല. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിയുമ്പോൾ ഈ 13 വർഷം ജയിലിൽ കിടന്ന അദ്ദേഹത്തോട് ചോദിച്ചു, വൈ ആർ യു ഇൻ ജയിൽ? ഐ ആം ഇൻ ജയിൽ ഫോർ ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ് ഞാൻ ജയിലിലായിരിക്കുക. പിന്നെ ആ പുസ്തകത്തിൽ പറയുന്ന ചില കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് നമുക്ക് തോന്നും. എന്നിട്ട്
അതിനകത്ത് പറയുക, യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ വിമർശനകരമായ ഒരു കാര്യമാണെന്ന് നമുക്ക് തോന്നിയത്. അതിനകത്ത് ഒരുപാട് സത്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഒന്നാമതായിട്ട് ഈശോ മിശിഹ കർത്താവ് കണക്കറിയാത്ത വ്യക്തിയായിരുന്നു എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുക. കണക്കറിഞ്ഞുകൂടാ. കാരണം 100 ആടുണ്ടായിരുന്നിട്ട് അതിലൊന്ന് പോയിട്ട് 99 മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെടുന്ന തേടിപ്പോകുന്ന മനുഷ്യൻ, 1-നാണോ 100-നാണോ വില കൂടുതൽ? കണക്ക് കർത്താവിന് അറിയാൻ മേലായിരുന്നു. ക്രിസ്തു കണക്ക് നോക്കുന്നവനല്ല എന്നാണ് പറയുക. രണ്ടാമതായിട്ട് ഈശോ വളരെ മറവിയുള്ള മനുഷ്യനാണ്. ദൈവത്തിൻ്റെ മറവി, അവൻ നമ്മുടെ പാപങ്ങളെ മറക്കുന്നു. 103-ാം സങ്കീർത്തനം 5 മുതലുള്ള വാക്യങ്ങൾ വായിച്ചോളൂ. കർത്താവ് പാപത്തിൻ്റെ ഗൗരവം നോക്കുന്നില്ല, വലുപ്പം നോക്കി ശിക്ഷിക്കുന്നുമില്ല. ആകാശത്തുള്ള ഉയരുന്ന കാരുണ്യം അവൻ തൻ്റെ മക്കളോട് പ്രദർശിപ്പിക്കും. അതിനെ ഒന്നുകൂടെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന പൗലോസപ്പസ്തലൻ റോമാലേഖനം 3:24 മുതൽ നമ്മൾ വായിക്കുകയാണ്. കർത്താവ് പഴയ പാപങ്ങളെ ഓർക്കുന്നേയില്ല, അവൻ പഴയ പാപങ്ങളെ അനുസ്മരിക്കുന്നില്ല, അവൻ മറന്നു പോവുകയാണെന്ന് പറയാം. അങ്ങനെ അവൻ നീതിമാനാണെന്ന് സ്വയം വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമ്മുടെ പഴയ പാപങ്ങളെ ഓർത്ത് നമ്മൾ കരയുമ്പോഴും കർത്താവ് പഴയ പാപങ്ങളെല്ലാം മറന്നിട്ട്, നീ എന്തിനാ വിഷമിക്കും, ഞാൻ നിൻ്റെ പാപങ്ങളെല്ലാം മറന്നില്ലേ എന്ന് ചോദിക്കും. ക്രിസ്തു എപ്പോഴും മറവിയുള്ള മനുഷ്യനായിരുന്നു എന്നാ പറയുക. അതുപോലെ തന്നെ ക്രിസ്തുവിന് ബിസിനസ് അറിയാൻ മേല എന്നാ പറയുക. എന്താ ബിസിനസ് അറിയാൻ മേല എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ കാണും, ഓരോ കാര്യങ്ങളൊക്കെ വരുമ്പം 3, 9, 6 മണിക്കൂറുകളിൽ വേലക്കാരെ വിളിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുക. ശൈലി മാറിപ്പോയി. കർത്താവിൻ്റെ ശൈലിയല്ല നമ്മുടെ ശൈലി നമുക്കറിയാം. അപ്പോൾ അവിടെ എങ്ങനെയാണ്? കർത്താവിൻ്റെ കണക്കുകൂട്ടലുകളൊക്കെ നമ്മുടെ കണക്കുകൂട്ടലുകളല്ല എന്നാണ് പറയുക. അതുപോലെ തന്നെ കർത്താവിന് യുക്തിബോധമില്ലെന്ന് പറയും. എല്ലാം നഷ്ടപ്പെടുത്തി തിരിച്ചു വന്ന മകനെക്കുറിച്ച് പറയുമ്പോൾ അപ്പൻ്റെ ഔദാര്യത്തെക്കുറിച്ച് പറയുന്ന ക്രിസ്തു. പോയത് പോയി, പുകഞ്ഞുള്ളി പുറത്ത് എന്ന് പറയുന്ന രീതിയല്ല. അപ്പോൾ ഒരു യുക്തിബോധമൊന്നുമില്ലാതെ എല്ലാം നശിപ്പിച്ചു വന്നവനെ പോലും 2 കഴിഞ്ഞിട്ട് സ്വീകരിക്കുന്ന ക്രിസ്തു. വീണ്ടും പറയാറുണ്ട്, ഒരു നയതന്ത്രജ്ഞനല്ല കർത്താവ്. നയതന്ത്രങ്ങളൊന്നും കർത്താവിന് അറിഞ്ഞുകൂടാ. ചെകുത്താൻ വന്നിട്ട് പറഞ്ഞില്ലേ, നീ എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ ഇതെല്ലാം നിനക്കുള്ളതാന്ന് പറഞ്ഞു. തന്ത്രപൂർവ്വം അവൻ പറഞ്ഞത് ചെയ്യാതെ അവനെ ആട്ടി ഓടിക്കുന്ന ക്രിസ്തുവിനെ നമ്മൾ കാണുന്നു. ഇങ്ങനെ കുറേ വിശേഷങ്ങൾ ക്രിസ്തുവിനെ കുറിച്ചൊക്കെ ഈ ആർച്ച് ബിഷപ്പ് പറയുന്നുണ്ട്. ദീസ് ആർ ദി ഹോളി വീക്ക്നെസ് ഓഫ് ജീസസ് എന്നാണ് പറയുക. ദീസ് ആർ ദി ഹോളി വീക്ക്നെസ്സസ്, കർത്താവിൻ്റെ ദൗർബല്യങ്ങളാണ്. ആൻഡ് ദീസ് വീക്ക്നെസ്സസ് പ്രോംപ്റ്റ് മീ ഇൻ ജയിൽ ഫോർ ക്രൈസ്റ്റ് എന്ന്. അപ്പോൾ അതെനിക്ക് വളരെ ആകർഷകമായിട്ട് തോന്നി. ഇതെല്ലാം കർത്താവിനിങ്ങനെ ഒരുപാട് വീക്ക്നെസ്സസ് ഉണ്ട്. അവൻ ആ വീക്ക്നെസ്സൊക്കെ എനിക്ക് വേണ്ടി ഏറ്റെടുത്തവനാണ്. അതുകൊണ്ടാണ് ഞാൻ അവന് വേണ്ടി ജയിലിൽ കിടക്കുക എന്ന് പറയുന്ന ഈ ആർച്ച് ബിഷപ്പ് വാൻ ടുവാൻ്റെ പ്രസ്താവനകൾ നമ്മൾ ഓർക്കണം. ഒരുപക്ഷെ നമ്മളിങ്ങനെ ഒക്കെ ചിന്തിച്ചു പോകുമ്പോൾ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ വളരെ സ്വാർത്ഥരല്ലേ സഹോദരങ്ങളെ, വളരെ സ്വാർത്ഥര. നമ്മൾ തീരുമാനിക്കുന്നില്ല നമ്മുടെ ഗുണത്തിന് വേണ്ടിയിട്ടോ നമ്മുടെയൊക്കെ താൽക്കാലികമായ വിജയത്തിനോ നന്മയ്ക്കോ വേണ്ടിയിട്ടൊക്കെയാണ്. അതല്ലാതെ ശാശ്വതമായ നന്മയുണ്ടാകാൻ നമ്മൾ പലപ്പോഴും നമ്മുടെ കാര്യങ്ങളെ ആന്തരികമായി ക്രമീകരിക്കുന്നില്ല എന്ന. ചില കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ട എന്ന് വയ്ക്കാൻ പറ്റുമോ? ചില കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ക്രിസ്തുവിനെ അറിഞ്ഞതുകൊണ്ട്, ക്രിസ്തുവിനെ മനസ്സിലാക്കിയതുകൊണ്ട്, ക്രിസ്തുവിനെ കണ്ടെത്തിയതുകൊണ്ട് ഞാനിതെല്ലാം ഉച്ഛിഷ്ടം പോലെ കണക്കാക്കുന്നു എന്ന് പറയുന്ന സഹനങ്ങളാകട്ടെ, നേട്ടങ്ങളാകട്ടെ, ലഭിക്കാവുന്ന നന്മകളാകട്ടെ, അതിനെയെല്ലാം ക്രിസ്തു ആരാണെന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ അവയെല്ലാം ഉച്ഛിഷ്ടം പോലെ കണക്കാക്കുന്നു എന്ന് പറയുന്ന ഫിലിപ്പിയ ലേഖനത്തിലെ പൗലോസിൻ്റെ വാക്കുകളൊക്കെ എത്രയോ മനോഹരമാണ്. നമുക്കതുകൊണ്ട് ക്രിസ്തുവിനെ അറിയുന്നവരാകുക. ആ സമ്പ്രായ സ്ത്രീ ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവളുടെ കുടം കർത്താവിൻ്റെ കാൽക്കൽ വെച്ചുള്ള ഓടി. അവിടെ ചെന്നിട്ട് എൻ്റെ ജീവിതം എന്താണെന്ന് എനിക്ക് പറഞ്ഞു തന്ന് ഒരാളെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ആ സമറിയയിലെ തെരുവിലെ ആളുകളെ എല്ലാം കൊണ്ടുവരികയാണ് അവൾ യേശുവിൻ്റെ പക്കലേക്ക്. നമുക്ക് തമ്പുരാനെ തേടാൻ കഴിയട്ടെ. നമ്മുടെ ഓരോ കാര്യങ്ങളിലും ക്രിസ്തു എന്താണ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കാനാവട്ടെ, മറ്റുള്ളവരെ കൂടി കർത്താവിലേക്ക് നയിക്കാനാവട്ടെ. എന്നിട്ട് ക്രിസ്തു ആരാണെന്ന് അറിഞ്ഞ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ കർത്താവെ ഞങ്ങളെ ഇന്ന് പ്രത്യേകമായി സഹായിച്ച് അനുഗ്രഹിക്കണമെന്ന് നമുക്ക് കണ്ണുകളൊക്കെ അടച്ചിരുന്നു കൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം.
ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. സഹോദരങ്ങളെ, ഈ കണ്ണുകൾ അടയ്ക്കുമ്പോൾ അകക്കണ്ണ് തുറക്കണം. പുറമേയുള്ള കണ്ണുകൾ അടയുമ്പോൾ നമ്മുടെ അകക്കണ്ണ് നമുക്ക് തുറക്കാനാവട്ടെ. എന്നിട്ട് ആ കണ്ണുകളിലൂടെ നമ്മുടെ രക്ഷകനും നാഥനും ആയ ഈശോയെ കണ്ടുകൊണ്ട് അവൻ്റെ പാദങ്ങൾ നമ്മുടെ ജീവിതങ്ങളാകുന്ന കുടങ്ങൾ ഇറക്കി വെച്ചിട്ട് അവന് വേണ്ടി ജീവിക്കാൻ നമുക്കും സാധിക്കട്ടെ. നമുക്കതുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഇന്ന് പ്രത്യേകമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ മനസ്സിൻ്റെ അന്തരംഗങ്ങളിലുള്ളതെല്ലാം നീ തിരിച്ചറിയുന്നുവല്ലോ. അതുകൊണ്ട് നിനക്ക് വേണ്ടി ജീവിക്കാനുള്ള നിൻ്റെ സുവിശേഷമനുസരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്താനും കൂടി ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണം. ഞങ്ങൾ എല്ലാവരുടെയും മാധ്യസ്ഥം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ ത്രിത്വൈക ദൈവത്തെ ഓർക്കാം. നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ ത്രിത്വൈക ദൈവത്തെ പ്രത്യേകമായിട്ട് ഓർക്കാം. നമ്മെ സ്നേഹിക്കുന്ന പിതാവായ ദൈവം നമ്മളെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിച്ച് നമ്മുടെ എല്ലാ തെറ്റുകളും മറന്ന് നമ്മളെ അനുഗ്രഹിക്കുന്ന രക്ഷിക്കുന്ന രക്ഷകനായ ഈശോ മിശിഹ നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് ധാരാളം നന്മ ചെയ്യാനും കർത്താവിന് വേണ്ടി ജീവിക്കാനും നമ്മളെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മളെല്ലാവരിലും നിറയാനിടയാകട്ടെ. സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും പ്രാർത്ഥനാ സഹായം നമ്മുടെ ജീവിതത്തിൽ നമുക്കെപ്പോഴും ഉണ്ടാകട്ടെ. നമുക്ക് അവരോടൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. നമുക്ക് ആവശ്യമുള്ള കൃപകൾ അനുഗ്രഹങ്ങളും നമ്മൾ നിറയാനിടയാകട്ടെ. സഭയോട് ചേർന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സഭയിലെ എല്ലാ വിശുദ്ധരെയും നമുക്ക് പ്രത്യേകം, നമ്മുടെ പേരിൻ്റെ കാരണഭൂതരായ വിശുദ്ധരെയൊക്കെ നമുക്ക് പ്രത്യേകം ഓർക്കാം. എന്നിട്ട് നമ്മുടെ എല്ലാ യാതനകളെയും അവരുടെ കരങ്ങളിലൂടെ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. നമ്മളോട് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞിട്ടുള്ള എത്രയോ പേരുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെടുന്നവരുമില്ലേ, അവരെയൊക്കെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് തമ്പുരാനെ അവരുടെ ആവശ്യങ്ങളിൽ നീ അവർക്ക് തുണയായിരിക്കണമേ എന്ന് നമുക്ക് അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകമായിട്ട് ഹൃദയത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നമ്മൾ നിറയാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ നമുക്ക് ഒരുപാട് പേരെ ഓർക്കാനുണ്ട്. നമ്മുടെ പ്രാർത്ഥനയെ ആഗ്രഹിക്കുന്നവരായ എല്ലാവരും, പ്രത്യേകിച്ച് ഭവനങ്ങളിൽ രോഗികളായി കഴിയുന്നവർ, പ്രായം ചെന്നവർ, ആരും സഹായിക്കാനില്ലാത്തവർ, രോഗികളെയൊക്കെ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷാ കേന്ദ്രങ്ങളിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ നിരാശയിലോ ദുഃഖത്തിലോ തകർച്ചയിലോ കഴിയുന്ന ആളുകൾ, അങ്ങനെയുള്ളവരെല്ലാം നമുക്ക് ഈ സമയം ഓർത്ത് ദൈവമേ അവരുടെയൊക്കെ ജീവിതങ്ങൾക്ക് താങ്ങും തണലുമായിരിക്കണമേ എന്ന് അവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഒരു മാത്ര പോലും വയ്യന്റെ ദൈവമേ, ആ സ്നേഹമെൻ പേർക്കായി പെയ്തിടുമ്പോൾ അകന്നിരിക്കാൻ വയ്യ, ഹൃദയം തുടിക്കുന്നു. നിത്യത മാത്രമാണെന്ന ഭയം, തിരുവോസ്തിയായൻ ഹൃദയത്തിൽ വാഴുവാൻ വെമ്പുന്ന സ്നേഹമേ ആരാധന. ആരാധന
സ്നേഹമേ. ഒരു മാത്ര പോലും വയ്യന്റെ ദൈവമേ, ആ സ്നേഹമെൻ പേർക്കായി പെയ്തിടുമ്പോൾ പകുത്തുവെക്കാനിനി ഒന്നുമില്ല, പങ്കിട്ടു നൽകുവാനൊന്നുമില്ല. അവസാന തുള്ളി രക്തവും ചിന്തി നീ, അവസാന തുള്ളി രക്തവും ചിന്തി നീ എൻ പാപശിക്ഷകൾ ഏറ്റെടുത്തു. യേശുവേ എൻ രക്ഷക, അങ്ങെപ്പോലീ ഭൂവിൽ വേറെ ആരുമില്ല പ്രഭോ. അങ്ങാണെൻ ജീവിതത്തിൻ ആത്മരക്ഷ. ആരാധന 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 യേശുവേ. ആരാധന 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 സ്നേഹമേ. തുറന്നു വയ്ക്കും എൻ്റെ ഹൃദയമിതും, അങ്ങേക്കു വാഴുവാൻ യോഗ്യമല്ല. മമ ശ്വാസം പോലും നിർമ്മലമായിടും, മമ ശ്വാസം പോലും നിർമ്മലമായിടും. തിരുമാംസരക്തമൊന്ന് രുചിച്ചിടുകിൽ. യേശുവേ എൻ രക്ഷക, അങ്ങെപ്പോലീ ഭൂവിൽ വേറെ ആരുമില്ല പ്രഭോ. അങ്ങാണെൻ ആത്മഭോജ്യം ജീവനുമേ. ഒരു മാത്ര പോലും വയ്യന്റെ ദൈവമേ, ആ സ്നേഹമെൻ പേർക്കായി പെയ്തിടുമ്പോൾ. അകന്നിരിക്കാൻ വയ്യ, ഹൃദയം തുടിക്കുന്നു. നിത്യത മാത്രമാണെന്ന ഭയം. തിരുവോസ്തിയായൻ ഹൃദയത്തിൽ വാഴുവാൻ വെമ്പുന്ന സ്നേഹമേ ആരാധന. ആരാധന 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 യേശുവേ. ആരാധന 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 സ്നേഹമേ. നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷകളൊക്കെ ദൈവത്തിന് സ്വീകാര്യമായി തീരുമ്പോൾ അതിലൂടെയാണ് നമുക്ക് കൃപകൾ ലഭിക്കുക. പ്രത്യേകിച്ച് സഭയിലൂടെയാണ് നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും കിട്ടുക. പ്രത്യേകിച്ച് വിശുദ്ധ കൂദാശകളിലൂടെ എല്ലാം നമ്മൾ ഈ കൃപകളും അനുഗ്രഹങ്ങളും സ്വീകരിക്കുന്നു. സഭയുടെ തലവനായ പരിശുദ്ധ പിതാവിനെ നമുക്ക് ഓർക്കാം. എല്ലാ മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും ആത്മായ പ്രേക്ഷിതരെയും മിഷണറിമാരെയും ഒക്കെ പ്രത്യേകം അനുസ്മരിച്ചുകൊണ്ട് അവരുടെയൊക്കെ ജീവിതങ്ങളിൽ ഉള്ള നന്മകൾ നമുക്ക് കൃപയായി മാറ്റണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ കുടുംബങ്ങളിലും നമ്മളായിരിക്കുന്ന ഇടങ്ങളിലും നമ്മുടെ പ്രവർത്തന മേഖലകളിലും നമുക്ക് ആവശ്യമുള്ള എല്ലാ സ്ഥലങ്ങളിലും തമ്പുരാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നമ്മൾ ക്രിസ്തുവിനെ അറിയുന്നവരും അവന് വേണ്ടി ജീവിക്കുന്നവരായി തീരാൻ അനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ ശിരസ്സുകൾ നമിക്കാം. കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളും കൃപയും അനുഗ്രഹവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്ക് മരിയ കൂടാരങ്ങളിലുള്ള നമ്മുടെ സഹോദരങ്ങളെ ഓർക്കാം. അവർക്ക് വേണ്ടി ഒരു ജപമാലയെങ്കിലും ചൊല്ലണേ. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, മധ്യസ്ഥ പ്രാർത്ഥനകളിൽ പ്രത്യേകമായിട്ട്. നിങ്ങൾക്കൊരു നല്ല ദിവസം ആശംസിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കൃപകളും നിറയട്ടെ. ഡിവൈൻ ശുശ്രൂഷകളുടെ ഭാഗമായി ഗുഡ്നസ് ടി വി അവതരിപ്പിക്കുന്ന ഇങ്ങനെയുള്ള എല്ലാ ശുശ്രൂഷാ മേഖലകളെയും അധ്വാനങ്ങളെയും പ്രവർത്തനങ്ങളെയും അതിൽ പ്രവർത്തിക്കുന്നവരെയൊക്കെ നമുക്ക് കർത്താവിന് സമർപ്പിച്ച് ഈ ശുശ്രൂഷ ദൈവത്തിനും ജനത്തിനും സ്വീകാര്യമായി തീരാൻ നമുക്ക് പ്രത്യേകം അവർക്ക് വേണ്ടി കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.